ഇന്നുണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ലഞ്ചിൻ്റെ വിഭവമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ തന്നെ അതിൽ അധികം വിഭവമൊന്നുമില്ല. പ്രധാന വിഭവം ഈ ഒരു പയർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ നല്ല നാടൻ പയറിരിക്കുന്നുണ്ടോ, അപ്പോൾ അതങ്ങനെ എടുത്ത് ഞാൻ മൊത്തം എടുത്ത് ഈ ഒരു ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടിയല്ല ഉപ്പേരി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ പയറൊക്കെ കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ പയർ വേവിക്കുന്ന നേരത്ത് മഞ്ഞൾപ്പൊടി ഇടും, ചിലപ്പോൾ അത് വറുത്തിടുന്ന നേരത്താണ് മഞ്ഞൾപ്പൊടി ഇടുക. ഇനി ഞാൻ എന്തായാലും ഈ ഉള്ളിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി ഈ ഒരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ ചേർക്കേണ്ട മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ മുളകിൻ്റെ തരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്നൊക്കെ കൂടി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയർ അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാനതിങ്ങനെ നന്നായിട്ട് നമ്മൾ അതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്താണല്ലോ വേവിക്കാൻ നേരത്ത് പയറിൻ്റെ, അതുകൊണ്ട് തന്നെ ഒരു തുള്ളി ഇങ്ങനെ വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കും കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കാൻ വേണ്ടി ഉപ്പൊക്കെ. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടായി, ലാസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉപ്പേരി റെഡി. അപ്പോൾ ഈ ഒരു ഉപ്പേരി വിശദമായി കാണിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ഒട്ടുമിക്കവർക്ക് അറിയാമായിരിക്കും. വളരെ എളുപ്പമാണ് ഒരു ഉപ്പേരി റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഉപ്പേരി കൂട്ടി കഴിക്കുന്നുണ്ടോ. ഉപ്പേരി അതിൻ്റെ കൂടെ മുട്ടയോ പപ്പടമോ ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാനും മോളും മാത്രമേ ഉണ്ടായുള്ളൂ ഉച്ചയ്ക്ക് ലഞ്ചിന്. അപ്പോൾ ഞങ്ങൾ തയ്യാറാക്കിയതാണ് കേട്ടോ അത്. ഞങ്ങളല്ല, ഞാൻ മോള് ഹെൽപ്പ് ചെയ്തു തന്നെ പയർ പൊട്ടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഉപ്പേരിയും അതുപോലെ തന്നെ പപ്പടം കൂട്ടി ആയിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കറിയൊന്നുമില്ലാണ്ട് ഉപ്പേരി മാത്രമായി, അതും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്ന് തന്നെ പറയാം ഒരു ഉപ്പേരിയാണ്. പയർ വെച്ചിട്ട് പയറും കായ ഉണ്ടെങ്കിൽ അതിലേറെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉപ്പേരിയൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഒന്ന് നന്നായി ഇളക്കി വറ്റിച്ച് റെഡിയാക്കിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉപ്പേരി നല്ല ടേസ്റ്റായിട്ട്, വെള്ളത്തോടുക്കനെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ മൊത്തം വറ്റിച്ചെടുക്കണം സിമ്മിൽ വെച്ചിട്ട്. ഇനി ഒരു ഇതുപോലൊരു കിണ്ണത്തിലേക്ക് നല്ല ഭംഗിയിൽ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഇത് ചോറ്, അപ്പോൾ എനിക്ക് മോൾക്കും വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചോറും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഉപ്പേരി വിളമ്പുന്നുണ്ട്. അതും പിന്നെ 2 പപ്പടം കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലഞ്ച് അതിഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കറി മാത്രം കൂട്ടി കഴിക്കുന്നവരോ കറി ഉപ്പേരിയും കൂടി വേണമെന്ന് നിർബന്ധമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കി നോക്കട്ടോ. നല്ല രസമാണ്. സത്യം പറഞ്ഞാൽ ചിലർ വിചാരിക്കും ഈ കറി ഇല്ലാണ്ട് എങ്ങനെ കഴിക്കാം, പക്ഷെ ഉപ്പേരി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് ആവശ്യത്തിനുള്ള എരിവും ഉപ്പും ഒക്കെ ഉണ്ടല്ലോ ഈ ഒരു ഉപ്പേരിയിലും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. സിനിമ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.